വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഓരോ പരീക്ഷ കഴിഞ്ഞ് അതിന്റെ ഫലം വന്നാലും ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും അതൊരു ആശങ്കയായി തന്നെയുണ്ട്. പലരും പല സജഷൻസും പറയും. അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ഉത്തരത്തിലേക്കായിരിക്കും. എന്ത് തന്നെയായാലും കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ. അങ്ങനെ പഠിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അതാണ് ചോദ്യം. ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. വളരെ നോസ്റ്റാൾജിക് ആയ ഒരു സ്ഥലമാണ്. ഒരു ക്ലാസ് മുറിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയിക്കുന്നുണ്ടാവില്ലേ? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വർഷവും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്തെ +1 സീറ്റ് പ്രതിസന്ധി. അത് പറഞ്ഞ് അതിൽ മലപ്പുറവും കോഴിക്കോടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കാര്യം പറഞ്ഞ് നമുക്ക് മടുത്തു എന്നല്ല, അതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യവും ബാക്കിയാണ്. പഠിക്കാൻ യോഗ്യത നേടിയിട്ടും സ്വന്തം ജില്ലയിൽ തന്നെ ഒരു സീറ്റ് കിട്ടുമോ എന്ന അനിശ്ചിതത്വത്തിലാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത്. ആവശ്യത്തിന് അപേക്ഷകർ ഉണ്ടാകുമ്പോഴും അതനുസരിച്ച് സീറ്റുകൾ വർദ്ധിപ്പിക്കാത്തതാണ് പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യുന്നത്. നോക്കൂ, നമുക്കതിൽ ഒരു ചെറിയ കണക്കുകളൊക്കെ പരിശോധിക്കേണ്ടത്. നോക്കൂ, ഇതൊരു വെറും ക്ലാസ് മുറിയല്ല, വിദ്യാർത്ഥികളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ പടിയാണല്ലേ. ഈ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിച്ചാണ് നമ്മളൊക്കെ തന്നെയും ഇവിടെയൊക്കെ എത്തിയത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേദന, അവരുടെ ആശങ്ക കാണാതെ പോകാനാകില്ല. +1 ക്ലാസ് മുറിയിലെ ഈ ഒഴിഞ്ഞ ബെഞ്ചുകൾ നിറയാൻ കാത്തിരിക്കുന്നത് 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളാണ്. എന്നാൽ ലഭ്യമായ ഈ ബെഞ്ചുകളുടെ എണ്ണത്തേക്കാൾ പല മടങ്ങാണ് കേട്ടോ സീറ്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം. നമുക്ക് ആ കണക്കുകൾ, ഞാൻ പറഞ്ഞതുപോലെ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുടെ ആ കണക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ബ്ലാക്ക് ബോർഡ് നമുക്ക് ആ കണക്കുകൾ കാണിച്ചു തരികയും ചെയ്യും. നോക്കും, എത്ര അപേക്ഷകളാണ് ഉള്ളതെന്ന് നോക്കിയാൽ +1 ആകെ അപേക്ഷകൾ ഉള്ളത് 2,43,444 പേരാണ് അപേക്ഷകരായുള്ളത്. ഇതിൽ സീറ്റ് ലഭിച്ചവർ നോക്കൂ, ഏതാണ്ട് അതിന്റെ പകുതി മാത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1,23,450 പേർക്കാണ് സീറ്റ് ലഭിച്ചത്. സീറ്റ് ലഭിക്കാത്തവരുടെ എണ്ണം നോക്കൂ, 1,19,944. ആ അന്തരം നമ്മൾ കാണണം. 1,23,450 പേർക്കാണ് സീറ്റ് ലഭിച്ചതെങ്കിൽ സീറ്റ് ലഭിക്കാത്തവർ ഏതാണ്ട് അതിനടുത്ത് തന്നെ വരും. 1,19,994 പേർക്കാണ് സീറ്റ് ലഭിക്കാത്തത്. ഇനി മലബാറിലെ +1 പ്രവേശനത്തിലെ നിലവിലെ ചിത്രം ഇതാണ്. രണ്ടാം അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും 1,19,000-ലധികം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് അപേക്ഷ നൽകിയ 2 പേരിൽ ഒരാൾക്ക് പോലും ഇതുവരെ പ്രവേശനം കിട്ടിയിട്ടില്ല, പ്രവേശനം ഉറപ്പിക്കാനായിട്ടില്ല എന്നതാണ് ഈ കണക്ക് നമ്മെ സൂചിപ്പിക്കുന്നത്. ഈ എത്ര സീറ്റുകളുടെ കുറവുണ്ട് എന്ന കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. ബ്ലാക്ക് ബോർഡ് അത് കാണിച്ചു തരും. നമുക്ക് ആവശ്യമുള്ള സീറ്റ് എന്ന് പറയുന്നത് 1,19,994. ഇത്രയും കുട്ടികൾ ഇവിടെ അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോൾ ബാക്കിയുള്ള സീറ്റിന്റെ എണ്ണം നോക്കൂ. ആകെ ഇനി ബാക്കിയുള്ളത് 47,285 സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കുറവുള്ള സീറ്റുകൾ എത്രയാണ്? 72,709 സീറ്റുകളാണ് കുറവുള്ളത്. 1,19,994 കുട്ടികൾക്കാകെ ബാക്കി 47,285 സീറ്റുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്ര വലിയ അന്തരമുണ്ട്. ഇനി ഒരു പ്രതീക്ഷ കൂടിയേ ഉള്ളൂ, 3ാം അലോട്ട്മെന്റ്. എന്നാൽ അവശേഷിക്കുന്ന 47,285 സീറ്റുകൾ കൊണ്ട് ഈ സീറ്റുകൾ മുഴുവനായി നിറച്ചാൽ പോലും 72,000-ലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കും. അതിനാൽ അധിക ബാച്ചുകളോ പുതിയ സീറ്റുകളോ അനുവദിക്കാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല എന്നതാണ് വിമർശനമായി വരുന്നത്. ഈ സീറ്റ് പ്രതിസന്ധിയുടെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് 3 ജില്ലകളാണ്. ഞാൻ പറഞ്ഞതുപോലെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, ഈ 3 ജില്ലകളാണ് ഇത്രയും വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത്. അപേക്ഷകരുടെ എണ്ണം വർഷം തോറും ഉയരുമ്പോഴും സീറ്റുകളുടെ വർധന അതിനൊപ്പം എത്തുന്നില്ല എന്നതാണ് വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഓരോ പ്രവേശന സീസണിലും ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അനിശ്ചിതത്വത്തിലാകുന്നത്. ആ ജില്ലയിലെ കണക്കുകൾ കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലയിലെ കണക്കുകൾ. മലപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അപേക്ഷകരുടെ എണ്ണം നോക്കൂ, 82,753 ആണെന്ന് കാണാം. അവിടെ പ്രവേശനം നേടിയത് വെറും 39,748 പേരാണ്. അപ്പോഴും പുറത്തു നിൽക്കുന്നത് 43,005 പേർ പുറത്തു നിൽക്കുന്നു. ഇനി ബാക്കിയുള്ളത് 18,107 സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കുറവുള്ളത് 24,898 സീറ്റുകളാണ്. അപ്പോൾ 39,748 പേർ മാത്രമാണ് ഇതിൽ പ്രവേശനം നേടിയിട്ടുള്ളത്. പുറത്തു നിൽക്കുന്ന 43,005 കുട്ടികൾക്ക് ബാക്കിയുള്ള സീറ്റ് 18,107 മാത്രമാണ്. ആ വ്യത്യാസം, ആ അന്തരം
അത് വളരെ വലുതാണ്. ഇത് മലപ്പുറത്തിന്റെ ചിത്രമാണ്. നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേകം കണ്ണുവെക്കേണ്ടുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത് നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട്ടെ സാഹചര്യം നോക്കിയാൽ അവിടെ അപേക്ഷകരുടെ എണ്ണം 47,049 കാണാം. പ്രവേശനം നേടിയത് 23,307 ഏതാണ്ട് അത്രത്തോളം കുട്ടികൾ തന്നെ പുറത്തു നിൽക്കുന്നു. 23,742 കുട്ടികൾ പുറത്തു നിൽക്കുകയാണ്. ബാക്കി സീറ്റുള്ളത് 8,274 സീറ്റുകൾ ബാക്കിയുണ്ട്. അപ്പോൾ കുറവെന്ന് പറയുന്നത് 15,468 സീറ്റുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പുറത്തു നിൽക്കുന്നവരും പ്രവേശനം നേടിയവരും ഏതാണ്ട് തുല്യ അളവിലാണ് കുട്ടികളുടെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കും. അത് മലപ്പുറവും കോഴിക്കോടും ആണെങ്കിൽ നമുക്കിനി പോകേണ്ടത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ടെ മണ്ണാർക്കാട് നിന്നുള്ള MLA ആണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. പാലക്കാട്ടെ സ്ഥിതി അദ്ദേഹത്തിന് തീർച്ചയായും ഈ കണക്കുകൾ അറിയാവുന്നതായിരിക്കും. പാലക്കാട്ടെ അപേക്ഷകർ എന്ന് പറയുന്നത് 44,147 അവിടെ പ്രവേശനം നേടിയത് 22,069 പേരാണ്. പുറത്തു നിൽക്കുന്നവരും ഏതാണ്ട് അതേ എണ്ണം വരുന്നവരാണ്. 22,078 പേർ ഏകദേശം പുറത്തു നിൽക്കുകയാണ്. ബാക്കി സീറ്റ് എന്ന് പറയുന്നത് 5,405 സീറ്റ് മാത്രമാണ് ഇനി അവിടെ ബാക്കിയുള്ളത്. കുറവ് എന്ന് പറയുന്നത് 16,673 പേരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി മലപ്പുറത്താണ്. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലും സമാന സാഹചര്യം തന്നെയാണ്. അപേക്ഷകരുടെ എണ്ണം ഇങ്ങനെ ഉയരുകയാണ്, എന്നാൽ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം അതേ വേഗത്തിൽ വർദ്ധിക്കുന്നില്ല എന്നതാണ് ആശങ്ക. കണക്കുകൾ മാറുമ്പോഴും പ്രതിസന്ധിയുടെ ചിത്രം വർഷങ്ങളായി ആവർത്തിക്കുന്നു എന്നതാണ്. മൂന്നാം അലോട്ട്മെന്റിന് ശേഷം സർക്കാർ അധിക സീറ്റുകളോ താൽക്കാലിക ബാച്ചുകളോ അനുവദിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി 1,00,000-ലേറെ വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുക. ഒരു വർഷം നഷ്ടമാകാതിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ കാത്തിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ഈ ക്ലാസ് മുറിയിൽ നിൽക്കുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ ആശങ്ക കാണാതെ പോകാനാവില്ല. ഈ ബെഞ്ചുകളൊക്കെ നിറയും, പക്ഷെ അപ്പോഴും പ്രതീക്ഷകളോടെ കുറച്ച് കുട്ടികൾ ബാക്കി നിൽക്കുന്നുണ്ട്. അവരുടെ ഭാവി അത് തുലാസിലാക്കരുത്, അത് മാത്രമാണ് പറയാനുള്ളത്. +1 സീറ്റ് ക്ഷാമത്തിലെ ആശങ്കകളും പ്രതിസന്ധികളും പരിഹരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉള്ളത്.